പ്ലാനറ്റ് ഓഫ് ദി എയ്പ്സ്. ശരിക്കും ഈ ഫിലിം സീരീസിന്റെ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചതല്ല. പക്ഷേ വരുന്ന മെയ് മാസം ഇതിന്റെ 4ാമത്തെ പാർട്ട് റിലീസ് ആകുന്നുണ്ട്. പഴയ പാർട്സൊക്കെ കണ്ടിട്ട് വർഷങ്ങളായി. ആദ്യത്തെ സിനിമ ഇറങ്ങിയത് 2011 അതുകൊണ്ട് ഇതിന്റെ കഥ മുഴുവൻ ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആദ്യം മുതലേ ഇത് ഞാൻ വീണ്ടും കാണാൻ തുടങ്ങി. അങ്ങനെ കാണാൻ തുടങ്ങിയപ്പോഴാണ് ശരിക്കും ഈ ഫിലിം സീരീസ് എത്രത്തോളം അടിപൊളിയാണെന്ന കാര്യം എനിക്ക് ഓർമ്മ വന്നത്. ഇത്രയും കിടിലൻ സിനിമയുടെ വീഡിയോ ചെയ്തില്ലെങ്കിൽ പിന്നെ ഏത് വീഡിയോ ചെയ്യാനാണെന്ന് എനിക്ക് തോന്നി. നിങ്ങൾ സയൻസ് ഫിക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഈ ഫിലിം സീരീസ് മസ്റ്റ് ആയിട്ടും കാണണം. അപ്പോൾ കൂടുതൽ സമയം കളയാതെ നമുക്ക് കഥയിലോട്ട് പോവാം. ഈ വീഡിയോ ആദ്യത്തെ സിനിമയുടെ എക്സ്പ്ലനേഷൻ ആണ്, അതായത് റൈസ് ഓഫ് ദി പ്ലാനറ്റ് ഓഫ് ദി എയ്പ്സ്. മനുഷ്യർ കാരണം അബദ്ധത്തിൽ എയ്പ്പുകൾക്ക് ബുദ്ധി കിട്ടുന്നതും അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളുമൊക്കെയാണ് സിനിമയുടെ ഇതിവൃത്തം. ഒരു വലിയ മഴക്കാടിന്റെ രംഗത്തോടെയാണ് സിനിമ തുടങ്ങുന്നത്. അവിടെ കുറെ ചിമ്പാൻസികൾ കുടുംബത്തോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കുകയാണ്. പക്ഷെ ഒരു ദിവസം കുറച്ച് വേട്ടക്കാർ വന്ന് കുറെ ചിമ്പാൻസികളെ പിടിച്ചുകൊണ്ടുപോയി. അതിലൊരു ചിമ്പാൻസി ജെൻസിസ് എന്നൊരു മരുന്ന് കമ്പനിയുടെ ലാബിൽ എത്തിപ്പെട്ടു. അവിടെ അവർ ഈ ചിമ്പാൻസിയെ ബ്രൈറ്റ് ഐസ് എന്നാണ് വിളിക്കുന്നത്. ഈ കമ്പനി അൽഷിമേഴ്സിനുള്ള ഒരു മരുന്ന് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. വിൽ റോട്ട്മാൻ എന്ന ശാസ്ത്രജ്ഞനാണ് ആ മരുന്ന് കണ്ടുപിടിക്കാനുള്ള പ്രധാന ചുമതല. അവന്റെ സഹായിയാണ് ഫ്രാങ്ക്ലിൻ. റോട്ട്മാൻ ഒരു വൈറസിൽ നിന്നും ഡെവലപ്പ് ചെയ്ത ALZ-112 എന്ന മരുന്ന് അവർ ചിമ്പാൻസികളിൽ കുത്തിവെച്ച് പരീക്ഷണം നടത്തുകയാണ്. ബ്രൈറ്റ് ഐസിനും ആ മരുന്ന് കുത്തിവെച്ചു. മരുന്ന് കുത്തിവെക്കുമ്പോൾ ചിമ്പാൻസികളുടെ കണ്ണുകൾ പച്ച നിറമായി മാറും. ഈ മരുന്ന് അസുഖം മാറ്റുന്നതിലുപരി ചിമ്പാൻസികളുടെ ബുദ്ധിശക്തി വലിയ രീതിയിൽ കൂട്ടുകയും ചെയ്യും. അങ്ങനെ ബ്രൈറ്റ് ഐസ് ബുദ്ധിപരമായിട്ട് ഒരു പസിൽ സോൾവ് ചെയ്യുന്നത് കണ്ടപ്പോൾ തന്റെ മരുന്ന് പ്രവർത്തിക്കുന്നുണ്ടെന്ന കാര്യം റോട്ട്മാന് മനസ്സിലായി. കാരണം മരുന്ന് കുത്തിവെക്കുന്നതിന് മുന്നേ അതിനെ പസിൽ സോൾവ് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. ഉടനെ തന്നെ അടുത്ത് മനുഷ്യരിൽ പരീക്ഷണം തുടങ്ങാനുള്ള അനുമതി വാങ്ങാൻ റോട്ട്മാൻ തന്റെ ബോസ് ജാക്കോബ്സിന്റെ പക്കൽ പോയി. ജാക്കോബ്സ് അനുമതി നൽകിയാലും ബോർഡ് മെമ്പേഴ്സ് കൂടെ സമ്മതിച്ചാൽ മാത്രമേ അത് ചെയ്യാൻ പറ്റൂ. അങ്ങനെ റോട്ട്മാനും ജാക്കോബ്സും കൂടെ ഈ മരുന്നിന്റെ ഒരു ഡെമോ കാണിക്കാൻ ബോർഡ് മെമ്പേഴ്സിനെ വിളിച്ചുകൂട്ടി. ശേഷം ഈ മരുന്ന് കുത്തിവെച്ചാൽ അത് തലച്ചോറിൽ പുതിയ കോശങ്ങൾ ഉണ്ടാക്കുകയും അതിലൂടെ അൽഷിമേഴ്സ് രോഗത്തിനെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ കഴിയുമെന്നും റോട്ട്മാൻ ബോർഡ് മെമ്പേഴ്സിന് എക്സ്പ്ലെയിൻ ചെയ്യുകയായിരുന്നു. ഈ സമയം ലാബിൽ ബോർഡ് മെമ്പേഴ്സിന് മുന്നിൽ അവതരിപ്പിക്കാൻ വേണ്ടി ഫ്രാങ്ക്ലിനും കൂട്ടരും ബ്രൈറ്റ് ഐസിനെ റെഡിയാക്കുകയായിരുന്നു. എന്നാൽ ബ്രൈറ്റ് ഐസ് ഇപ്പോൾ വളരെ അഗ്രസീവായി മാറിയിരിക്കുന്നു. അവൾ തന്റെ കൂട്ടിൽ നിന്നും പുറത്തിറങ്ങാൻ പോലും കൂട്ടാക്കുന്നില്ല. അവസാനം അതിനെ ബലമായിട്ട് പിടിച്ചു വലിച്ച് കൂട്ടിന് പുറത്താക്കിയിട്ട് കൂടടച്ചു. അപ്പോൾ അത് ചുറ്റുമുള്ളവരെ ആക്രമിക്കാൻ തുടങ്ങി. ഉടനെ സെക്യൂരിറ്റി അവളെ വെടിവെക്കാൻ വേണ്ടി ട്രാങ്ക്വിലൈസർ എടുത്തു. അത് കണ്ടതും അവൾ വേഗം അവിടെ നിന്നും പുറത്തേക്ക് ഓടി. എന്നാൽ ഓടിച്ചെന്ന് വീണത് ബോർഡ് മെമ്പേഴ്സിന് മുന്നിലാണ്. ഗ്ലാസും തകർത്ത് വന്ന ഒരു ചിമ്പാൻസിയെ കണ്ടപ്പോൾ എല്ലാവരും പേടിച്ചുപോയി. സെക്യൂരിറ്റി അവളെ പെട്ടെന്ന് വെടിവെച്ച് കൊന്നുകളഞ്ഞു. മരുന്നിന്റെ സൈഡ് എഫക്റ്റ് കാരണമാണ് ബ്രൈറ്റ് ഐസ് അഗ്രസീവ് ആയതെന്നോർത്ത് ഈ മരുന്നിന്റെ ഡെവലപ്മെന്റ് ബോർഡ് വേണ്ടെന്ന് വെച്ചു. ശേഷം ഈ മൃഗങ്ങൾ അപകടകാരികളാണെന്നും പറഞ്ഞ് ബാക്കിയുള്ള എല്ലാ ചിമ്പാൻസികളെയും കൊന്നുകളയാൻ ജാക്കോബ്സ് പറഞ്ഞു. അവരെ കൊല്ലാതിരിക്കാൻ ഫ്രാങ്ക്ലിൻ ജാക്കോബ്സിനോട് പരമാവധി അപേക്ഷിച്ചു. പക്ഷെ ജാക്കോബ്സ് അത് കേട്ടില്ല. ഒടുവിൽ എല്ലാ ചിമ്പാൻസികളെയും കൊന്നുകഴിഞ്ഞപ്പോൾ ബ്രൈറ്റ് ഐസിന്റെ കൂട്ടിൽ ഒരു കുട്ടി ചിമ്പാൻസി കിടക്കുന്നത് ഫ്രാങ്ക്ലിൻ കണ്ടു. അവൻ ഉടനെ റോട്ട്മാനെ വിളിച്ച് കാര്യം പറഞ്ഞു. ശരിക്കും ഇത് ബ്രൈറ്റ് ഐസ് പ്രസവിച്ച കുട്ടിയാണ്. ഈ കുട്ടിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ബ്രൈറ്റ് ഐസ് നേരത്തെ വളരെ അഗ്രസീവായത്, അല്ലാതെ മരുന്നിന്റെ സൈഡ് എഫക്റ്റ് കാരണമല്ല. ഈ കുട്ടിയെ തൽക്കാലം നീ വീട്ടിൽ കൊണ്ടുപോകാൻ ഫ്രാങ്ക്ലിൻ റോട്ട്മാനോട് പറഞ്ഞു. ആദ്യം അവനത് വിസമ്മതിച്ചെങ്കിലും വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് അങ്ങനെ തന്നെ ചെയ്തു. വീട്ടിലെത്തിയപ്പോൾ അവന്റെ അച്ഛൻ ചാൾസ് ഒരു പിയാനോ വായിക്കാൻ ശ്രമിക്കുകയാണ്. ചാൾസിന് അൽഷിമേഴ്സ് ഉണ്ട്. ശരിക്കും അച്ഛന് വേണ്ടിയിട്ടാണ് റോട്ട്മാൻ അൽഷിമേഴ്സിന്റെ മരുന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത് തന്നെ. ചാൾസിനെ സന്തോഷിപ്പിക്കാൻ റോട്ട്മാൻ ചിമ്പാൻസി കുട്ടിയെ അച്ഛന്റെ കയ്യിൽ കൊടുത്തു. ചാൾസ് അതിന് സീസർ എന്ന് പേര് നൽകി. ഈ സീസറാണ് സിനിമയിലെ പ്രധാന കഥാപാത്രം. അടുത്ത ദിവസം രാവിലെ വെറും 1 ദിവസം പ്രായമുള്ള സീസർ സ്വന്തമായിട്ട് തന്നെ പാൽക്കുപ്പിയിൽ നിന്നും കുടിക്കുന്നത് കണ്ട റോട്ട്മാനും ചാൾസും ശരിക്കും അത്ഭുതപ്പെട്ടു. സീസറിന്റെ കണ്ണുകളിൽ നോക്കിയപ്പോൾ അത് പച്ച നിറമായിരുന്നു. അപ്പോൾ മരുന്ന് കുത്തിവെക്കാതെ തന്നെ തന്റെ അമ്മയിൽ നിന്നും സീസറിന് ബുദ്ധി ലഭിച്ചിട്ടുണ്ടെന്ന കാര്യം റോട്ട്മാൻ തിരിച്ചറിഞ്ഞു. 3 വർഷങ്ങൾക്ക് ശേഷമുള്ള കാര്യമാണ് അടുത്തു കാണിക്കുന്നത്. സീസർ ഇപ്പോൾ റോട്ട്മാന്റെ കുടുംബത്തിലെ ഒരു അംഗത്തിനെ പോലെയാണ്. സൈൻ ലാംഗ്വേജ് ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും റോട്ട്മാൻ സീസറിന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. 8 വയസ്സ് കുട്ടികളെക്കാൾ കൂടുതൽ ബുദ്ധി ഇപ്പോൾ തന്നെ സീസറിനുണ്ട്. മനുഷ്യർ പറയുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ സീസറിന് കഴിയും. അൽഷിമേഴ്സിന്റെ മരുന്ന് കണ്ടുപിടിക്കാനുള്ള പഠനം കമ്പനി അറിയാതെ റോട്ട്മാൻ വീട്ടിലിരുന്ന് നടത്തുന്നുണ്ട്. ഇടയ്ക്കിടെ ജനാല വഴി സീസർ പുറത്തേക്ക് നോക്കും. അവന് പുറം ലോകം കാണാൻ ഒരുപാട് ആഗ്രഹമുണ്ട്. പക്ഷെ അവനെ പുറത്ത് വിടാറില്ല. ഒരു ദിവസം ചാൾസിന്റെ അസുഖം വളരെ കൂടുതലായെന്നും ഇനി ഇയാളെ ഹോസ്പിറ്റലിലാക്കണമെന്നും ചാൾസിന്റെ നേഴ്സ് പറഞ്ഞു.
പക്ഷേ അച്ഛനെ ഉപേക്ഷിക്കാൻ അവന് കഴിയില്ല. അതുകൊണ്ട് രണ്ടും കൽപ്പിച്ച് തന്റെ മരുന്ന് ചാൾസിൽ കുത്തിവെച്ച് പരീക്ഷണം നടത്താൻ അവൻ തീരുമാനിച്ചു. അങ്ങനെ ലാബിൽ നിന്നും കുറച്ച് മരുന്ന് മോഷ്ടിച്ചെടുത്ത് വീട്ടിൽ കൊണ്ടുവന്നു. എന്നിട്ടത് ചാൾസിന്റെ ദേഹത്ത് കുത്തിവെച്ചു. അടുത്ത ദിവസം രാവിലെ ചാൾസ് വളരെ ഉന്മേഷവാനായിരുന്നു പിയാനോ വായിക്കുന്നത് കണ്ടു. ചാൾസിന്റെ അസുഖമെല്ലാം മാറിയിരിക്കുകയാണ്. റോഡ്മാൻ സന്തോഷത്തോടെ ചാൾസിനെ പരിശോധിക്കുന്നതിനിടയിൽ ഒരു ജനാല തുറന്നു കിടക്കുന്നത് സീസർ കണ്ടു. പുറത്താണെങ്കിൽ കുറച്ച് കുട്ടികൾ കളിക്കുകയാണ്. അവരെ കണ്ടപ്പോൾ സീസറിനും കളിക്കണമെന്ന് തോന്നി. അങ്ങനെ അവൻ പുറത്തുപോയി. അപ്പോൾ അയൽവാസിയുടെ കുട്ടി സീസറിനെ കണ്ട് പേടിച്ചുപോയി. കുട്ടിയുടെ തന്തപ്പടി സീസറിനെ ബേസ്ബോൾ ബാറ്റ് കൊണ്ട് അടിക്കാൻ വന്നു. ഭാഗ്യത്തിന് കൃത്യസമയത്ത് റോഡ്മാൻ അവിടെ എത്തി. പക്ഷേ സീസറിന്റെ കാലിൽ ഒരു ചെറിയ മുറിവ് പറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ സീസറിനെയും കൊണ്ട് ആശുപത്രിയിൽ പോയി. അവിടെ വെച്ച് ഡോക്ടർ കരോലിനെ പരിചയപ്പെട്ടു. മുറിവ് വെച്ച് കെട്ടുന്നതിനിടയിൽ സൈൻ ലാംഗ്വേജിലൂടെ സീസർ റോഡ്മാനോട് സംസാരിക്കുന്നത് കണ്ട കരോലിൻ ശരിക്കും അത്ഭുതപ്പെട്ടു. അതിനുശേഷം പിന്നെ കരോലിനും റോഡ്മാനും പതിയെ അടുക്കാൻ തുടങ്ങി. അവൾ ഇടയ്ക്കിടയ്ക്ക് റോഡ്മാന്റെ വീട്ടിൽ വരികയും ചെയ്യും. ഒരു ദിവസം സീസറിനെ ഇങ്ങനെ വീട്ടിനുള്ളിലിട്ട് വളർത്തുന്നത് ശരിയല്ലെന്നും അവനെ ഇടയ്ക്കിടയ്ക്ക് പുറത്തു കൊണ്ടുപോകണമെന്നും കരോലിൻ പറഞ്ഞു. അത് ശരിയാണെന്ന് തോന്നിയ റോഡ്മാൻ ഒരു ദിവസം സീസറിനെയും കൊണ്ട് സമീപത്തുള്ള ഒരു വനത്തിൽ പോയി. വനത്തിലെത്തിയപ്പോൾ റോഡ്മാൻ സീസറിന്റെ കെട്ട് അഴിച്ചുവിട്ടു. അപ്പോൾ സീസർ വളരെ സന്തോഷത്തോടെ മരങ്ങളിലൊക്കെ ചാടിയോടി ആഹ്ലാദിച്ചു. അത് കണ്ട റോഡ്മാനും കുടുംബത്തിനും സന്തോഷമായി. വീണ്ടും 5 വർഷങ്ങൾക്ക് ശേഷമുള്ള കാര്യമാണ് അടുത്തു കാണിക്കുന്നത്. സീസർ ഇപ്പോൾ ഏകദേശം പൂർണ്ണമായും വളർന്നിരിക്കുന്നു. അവനെയും കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് റോഡ്മാൻ വനത്തിൽ വരും. കരോലിൻ ഇപ്പോൾ റോഡ്മാനുമായിട്ട് ഒരുപാട് അടുത്തു. ഒരു ദിവസം വനത്തിൽ നിന്നും തിരികെ വരുന്ന സമയത്തിൽ ഒരു പട്ടി സീസറിനെ നോക്കി നിർത്താതെ കുരച്ചുകൊണ്ടിരുന്നു. ദേഷ്യം വന്ന സീസർ തിരിച്ച് ശബ്ദമുണ്ടാക്കി പട്ടിയെ പേടിപ്പിച്ചു. അതോടൊപ്പം പട്ടിയെ ചരടിൽ കെട്ടിയിരിക്കുന്നത് സീസറിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ ആ പട്ടിയെ പോലെ ഞാനും വെറും ഒരു പെറ്റ് അനിമൽ മാത്രമാണ് എന്ന് സീസർ ചോദിച്ചു. എന്നാൽ അങ്ങനെയല്ലെന്നും നീ നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗമാണെന്നും റോഡ്മാൻ സീസറിന് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു. പക്ഷെ അപ്പോഴും സീസറിന് വിഷമമുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് മുന്നേ എല്ലാ സത്യങ്ങളും റോഡ്മാൻ സീസറിന് പറഞ്ഞു കൊടുത്തു. സീസറിനെ റോഡ്മാന് കിട്ടിയത് എങ്ങനെയാണെന്നും സീസറിന്റെ അമ്മയ്ക്ക് എന്ത് സംഭവിച്ചുവെന്നും എന്തുകൊണ്ട് സീസറിന് ഇത്രയും ബുദ്ധി കിട്ടിയെന്നും അങ്ങനെ എല്ലാം കേട്ടപ്പോൾ താൻ വെറും ഒരു പരീക്ഷണത്തിന്റെ അനന്തരഫലം മാത്രമാണെന്ന് തിരിച്ചറിഞ്ഞ സീസർ ആകെ സങ്കടത്തിലായി. അടുത്ത ദിവസം രാവിലെ ആഹാരം കഴിക്കാനിരുന്നപ്പോൾ ചാൾസ് സ്പൂണ് തല തിരിച്ചു പിടിച്ചിരിക്കുന്നത് സീസർ കണ്ടു. അവനത് നേരെ വെച്ചുകൊടുത്തു. ചാൾസിന്റെ അസുഖം വീണ്ടും തിരിച്ചു വന്നു കാണുമെന്ന് സംശയം തോന്നിയ റോഡ്മാൻ ചാൾസിന്റെ ബ്ലഡ് പരിശോധിച്ചു നോക്കി. അപ്പോൾ തന്റെ ഊഹം ശരിയായിരുന്നുവെന്ന് അവന് മനസ്സിലായി. ചാൾസിന്റെ ശരീരം മരുന്നിനെ പ്രതിരോധിക്കുന്ന ആന്റിബോഡീസ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നു. ഈ സമയം വീടിന് പുറത്തൊരു കാറ് കിടക്കുന്നത് കണ്ട് അത് തന്റെ കാറാണെന്ന് കരുതി ചാൾസ് അതിൽ കയറി. എന്നിട്ട് കാറ് സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ സമീപത്തുള്ള കാറിൽ ചെന്നിടിച്ചു. അയൽവാസി വന്ന് ചാൾസിനെ ഒരുപാട് തെറി പറഞ്ഞു. അത് ജനാല വഴി കണ്ടുനിന്ന സീസറിന് ദേഷ്യം വന്നു. അവൻ ഓടി വന്ന് അയൽവാസിയെ ആക്രമിച്ചു. ദേഷ്യത്തിൽ അവൻ അയാളുടെ ഒരു കൈവിരൽ കടിച്ചു മുറിക്കുകയും ചെയ്തു. നിർത്തടാ എന്ന് പറഞ്ഞ് ചാൾസ് അലറി വിളിച്ചപ്പോഴാണ് സീസർ അടങ്ങിയത്. അപ്പോൾ താൻ ചെയ്തത് വലിയ തെറ്റായിപ്പോയെന്ന് സീസറിന് മനസ്സിലായി. അവൻ വിഷമത്തോടെ ചാൾസിന്റെ പക്കൽ വന്നു. ഈ സംഭവം കാരണം അധികൃതർ വന്ന് സീസറിനെ കൊണ്ടുപോവുകയും അവനെ എയ്പ്പുകളുടെ ഒരു സാങ്ച്വറിയിൽ കൊണ്ടിടുകയും ചെയ്തു. ഇവിടെ അവൻ സുരക്ഷിതമായിരിക്കുമോ എന്ന് സാങ്ച്വറിയുടെ ഉടമസ്ഥനായ ജോണിനോട് ചോദിച്ചു. സീസറിന് ഇവിടം തീർച്ചയായും ഇഷ്ടപ്പെടുമെന്ന് ജോൺ ഉറപ്പ് കൊടുത്തു. തുറസായ വലിയ സ്ഥലമൊക്കെ കണ്ടപ്പോൾ ആദ്യം സീസറിന് അവിടെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. എന്നാൽ തന്നെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോവുകയാണെന്ന് തിരിച്ചറിഞ്ഞതും സീസറിന് ഒരുപാട് വിഷമമായി. എന്നെ വീട്ടിൽ കൊണ്ടുപോകാൻ സീസർ റോഡ്മാനോട് അപേക്ഷിച്ചു. പക്ഷേ തൽക്കാലം റോഡ്മാൻ ഒന്നും തന്നെ ചെയ്യാൻ കഴിയില്ല. ഞാൻ തീർച്ചയായും നിന്നെ തിരികെ കൊണ്ടുപോകാൻ വരുമെന്ന് ഉറപ്പ് നൽകിയ ശേഷം റോഡ്മാൻ അവിടെ നിന്നും പോയി. റോഡ്മാൻ പോയതും ഡോഡ്ജ് സീസറിനെ കൂട്ടിലാക്കി. സാങ്ച്വറിയിലെ ഒരു കെയർടേക്കറാണ് ഡോഡ്ജ്. അവന്റെ കൂടെയുള്ള മറ്റൊരു കെയർടേക്കറാണ് റോഡ്നി. സീസറിനെ തിരിച്ചു കിട്ടാൻ വേണ്ടി റോഡ്മാൻ പരമാവധി ശ്രമിച്ചു. പക്ഷെ ഇനിയും 3 മാസങ്ങൾ കഴിയാതെ അത് സാധ്യമല്ല. വീട്ടിൽ സീസറില്ലാതെ ആകെ വിഷമത്തിലിരിക്കുകയാണ് ചാൾസ്. ചാൾസിന്റെ രോഗം ഇപ്പോൾ ഒരുപാട് കൂടിയിരിക്കുകയാണ്. റോഡ്മാന്റെ മരുന്നിന് ഇനി ചാൾസിന്റെ അസുഖം മാറ്റാനാകില്ല. അതുകൊണ്ട് മരുന്നിനെ വീണ്ടും വികസിപ്പിച്ച് കൂടുതൽ ശക്തമാക്കാൻ റോഡ്മാൻ തീരുമാനിച്ചു. അങ്ങനെ അതിനുവേണ്ട പരീക്ഷണങ്ങൾ തുടരാൻ വേണ്ടി തന്റെ അച്ഛന്റെ ശരീരത്തിൽ പരീക്ഷണം നടത്തിയ വിവരം റോഡ്മാൻ ചെന്ന് ജാക്കോബ്സിനോട് പറഞ്ഞു. അത് കേട്ട് അത്ഭുതപ്പെട്ട ജാക്കോബ്സ് പരീക്ഷണം തുടരാൻ റോഡ്മാന് അനുവാദം കൊടുത്തു. ഇതേ സമയം സാങ്ച്വറിയിൽ സീസറിനെ ഡോഡ്ജ് പല രീതിയിലും കഷ്ടപ്പെടുത്തിക്കൊണ്ടിരുന്നു. ലാബിൽ റോഡ്മാൻ വീണ്ടും തന്റെ പരീക്ഷണങ്ങൾ തുടങ്ങി. അതിനുവേണ്ട കുറെ ചിമ്പാൻസികളെയും ജാക്കോബ്സ് ലാബിലെത്തിച്ചു. പരീക്ഷിക്കാൻ വേണ്ടി ആദ്യം തിരഞ്ഞെടുത്തത് കോബയെയാണ്. അവന് ലാബിലൊക്കെ കയറി നല്ല പരിചയമുണ്ട്. അതുകൊണ്ട് ആശാൻ വളരെ ചില്ലാണ്. പുതിയ മരുന്ന് വാതക രൂപത്തിലാണ്. പരീക്ഷണം നടത്തുന്നതിനിടയിൽ കോബ ഒന്ന് കുതറിയപ്പോൾ കോബയുടെ കൈ തട്ടി ഫ്രാങ്ക്ലിന്റെ മാസ്ക് ഇളകിപ്പോയി. അങ്ങനെ കുറച്ചു വാതകം ഫ്രാങ്ക്ലിനും ശ്വസിച്ചു. ഈ സമയം സാങ്ച്വറിയിൽ ചിമ്പാൻസികളെല്ലാം പാർക്കിൽ കളിക്കുകയായിരുന്നു.
സീസർ പുതിയ ആളായതുകൊണ്ട് കൂട്ടത്തിലെ തലവനായ റോക്കറ്റ് ഓടി വന്ന് സീസറിന്റെ ഉടുപ്പൊക്കെ വലിച്ചു കീറി. എന്നിട്ട് അവനെ ഒരുപാട് തല്ലി. അവസാനം ഡോഡ്ജ് വന്ന് രണ്ടുപേരെയും ട്രാങ്കുലൈസർ വെച്ച് വെടിവെച്ച് വീഴ്ത്തി. രാത്രി അടുത്ത കൂട്ടിൽ കിടന്ന മൗറീസ് എന്ന ഒറാങ്കുട്ടാൻ സീസറിനോട് സൈൻ ലാംഗ്വേജിലൂടെ സംസാരിച്ചു. മൗറീസ് ഇതിനു മുന്നേ ഒരു സർക്കസ് ക്യാമ്പിലായിരുന്നു. അവർ സംസാരിക്കുന്നതിനിടയിൽ ഒരു ചിമ്പാൻസിയെ ജെൻസിസിന് പരീക്ഷണം നടത്താൻ വേണ്ടി കൊണ്ടുപോകുന്നത് കണ്ടു. അപ്പോൾ നീ ശ്രദ്ധിക്കണമെന്നും ബുദ്ധിയുള്ള ചിമ്പാൻസികളെ കണ്ടാൽ ഇതുപോലെ പിടിച്ചുകൊണ്ടു പോകുമെന്നും മൗറീസ് പറഞ്ഞു. അടുത്ത ദിവസം റോഡ്മാനും കരോലിനും കൂടെ സീസറിനെ കാണാൻ വന്നപ്പോൾ സീസറിന്റെ ദേഹം മുറിഞ്ഞിരിക്കുന്നത് കണ്ടു. ദേഷ്യം വന്ന റോഡ്മാൻ ഇതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് ചോദിച്ച് ഡോഡ്ജിനെ തൂക്കിയെടുത്ത് ചുമരിൽ വെച്ചു. പെട്ടെന്ന് ജോൺ വന്ന് സമാധാനപ്പെടുത്തി. എനിക്കിപ്പോൾ തന്നെ സീസറിനെ കൊണ്ടുപോകണമെന്ന് റോഡ്മാൻ ആവശ്യപ്പെട്ടു. പക്ഷേ കോർട്ട് ഓർഡർ ഇല്ലാതെ അത് സാധ്യമല്ലെന്ന് ജോൺ പറഞ്ഞു. എന്നെ വീട്ടിൽ കൊണ്ടുപോകുമോ എന്ന് വീണ്ടും സീസർ റോഡ്മാനോട് അപേക്ഷിച്ചു. നിന്നെ കൊണ്ടുപോകാൻ ഒരു ദിവസം ഞാൻ വരുമെന്ന് വിഷമത്തോടെ റോഡ്മാൻ ഉറപ്പ് കൊടുത്തു. താൻ വഞ്ചിക്കപ്പെട്ടതുപോലെ തോന്നിയ സീസർ ശരിക്കും തകർന്നുപോയി. അടുത്ത ദിവസം പാർക്കിലേക്ക് തുറന്നുവിട്ടപ്പോൾ സീസർ ചുറ്റുപാടും ഒന്ന് വ്യക്തമായിട്ട് നിരീക്ഷിച്ചു. അപ്പോൾ റൂഫിന് മുകളിലൂടെ പുറത്തു കടക്കാനുള്ള ഒരു വഴി അവൻ കണ്ടുപിടിച്ചു. ഒപ്പം ബക്ക് എന്നൊരു ഗൊറില്ലയെ പൂട്ടിയിട്ടിരിക്കുന്നതും അവന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അന്ന് രാത്രി ഡോഡ്ജ് തന്റെ കുറച്ച് കൂട്ടുകാരെ സാങ്ച്വറിയിൽ കൊണ്ടുവന്നു. ഒരു കൂട്ടുകാരൻ സീസറിന്റെ കൂട്ടിനടുത്ത് വന്നപ്പോൾ സീസർ അവന്റെ ഉടുപ്പിൽ കയറി പിടിച്ചു. എന്നിട്ട് ആരും കാണാതെ അവന്റെ പോക്കറ്റിൽ ഉണ്ടായിരുന്ന ഒരു ചെറിയ കത്തി അടിച്ചു മാറ്റി. എല്ലാവരും പോയ ശേഷം സീസർ കത്തി ഉപയോഗിച്ച് കൂട് തുറന്നു. എന്നിട്ട് നേരെ ബക്കിനെ ചെന്ന് തുറന്നുവിട്ടു. പുറത്തു വന്ന ബക്ക് സന്തോഷത്തോടെ ചുറ്റും ഓടിച്ചാടാൻ തുടങ്ങി. തന്നെ തുറന്നുവിട്ടതിന്റെ നന്ദിയെന്നോണം ബക്ക് സീസറിനെ നോക്കി. അടുത്ത സീസർ ചെന്ന് റോക്കറ്റിനെ തുറന്നുവിട്ടു. എന്നിട്ട് അവനെ ചാലഞ്ച് ചെയ്ത് അടിച്ചു വീഴ്ത്തി. ഇത് എല്ലാ ചിമ്പാൻസികളും കാണുന്നുണ്ടായിരുന്നു. സീസറിനൊപ്പം ബക്ക് ഉള്ളതുകൊണ്ട് ഇനി അവനെ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ റോക്കറ്റ് താൻ തോറ്റുവെന്ന് സമ്മതിച്ചു. അങ്ങനെ സീസർ കൂട്ടത്തിന്റെ പുതിയ തലവനായി. അൽഷിമേഴ്സ് കൂടുതലായത് കാരണം ഒരു ദിവസം രാവിലെ ചാൾസ് കിടക്കയിൽ മരണപ്പെട്ടു. കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞ് ലാബിൽ പോയപ്പോൾ അവിടെ ജാക്കോബ്സ് പരീക്ഷണങ്ങളുടെ വേഗത കൂട്ടാൻ തുടങ്ങിയിരിക്കുന്നു. കോബയുടെ റിസൾട്ടുകൾ വരുന്നതിന് മുന്നേ അടുത്ത ചിമ്പാൻസിയിൽ 1113 ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഈ പുതിയ മരുന്നിന് എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടോ എന്ന് ഉറപ്പുവരുത്താതെ ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് റോഡ്മാൻ എതിർത്തു. പക്ഷേ ജാക്കോബ്സ് അതൊന്നും കാര്യമാക്കുന്നില്ല. എത്രയും പെട്ടെന്ന് മരുന്ന് കണ്ടുപിടിച്ചാൽ അത്രയും പെട്ടെന്ന് കാശുണ്ടാക്കാമെന്ന ഒരൊറ്റ ചിന്തയെ അവനുള്ളൂ. ഈ പരീക്ഷണത്തിന് തടയിടാൻ വന്നാൽ നിന്റെ ജോലി ഞാൻ തെറിപ്പിക്കുമെന്ന് പറഞ്ഞ് ജാക്കോബ്സ് റോഡ്മാനെ ഭീഷണിപ്പെടുത്തി. അതിന് നിന്റെ ജോലി ആർക്ക് വേണം എന്നും പറഞ്ഞ് ജോലിയും കളഞ്ഞിട്ട് റോഡ്മാൻ കമ്പനിയിൽ നിന്നും പുറത്തിറങ്ങി. ഈ സമയം നേരത്തെ കുറച്ച് മരുന്ന് ഉള്ളിൽ പോയതിന്റെ സൈഡ് എഫക്റ്റ് കാരണം ഫ്രാങ്ക്ലിന്റെ അവസ്ഥ വളരെ മോശമാകാൻ തുടങ്ങിയിരിക്കുന്നു. അവൻ ഇടയ്ക്കിടയ്ക്ക് രക്തം തുപ്പുന്നുണ്ട്. അത് മറ്റു പലരുടെയും ദേഹത്തിൽ തെറിക്കുകയും ചെയ്യുന്നുണ്ട്. റോഡ്മാൻ ജോണിന് കൈക്കൂലി കൊടുത്ത് സീസറിനെ പുറത്തിറക്കാൻ പോയി. പക്ഷേ സീസർ ആണെങ്കിൽ അവന്റെ കൂടെ പോകാൻ കൂട്ടാക്കിയില്ല. അടുത്ത ദിവസം പാർക്കിലായിരുന്ന സമയത്തിൽ ചിമ്പാൻസികൾ ഒറ്റയ്ക്ക് നിന്നാൽ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്നും എന്നാൽ നമ്മൾ ഒരുമിച്ച് നിന്നാൽ ആർക്കും നമ്മളെ തോൽപ്പിക്കാൻ കഴിയില്ലെന്നും സീസർ മോറീസിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. എന്നാൽ ചിമ്പാൻസികളെല്ലാം മന്ദബുദ്ധികളാണെന്നും അതുകൊണ്ട് ഒന്നും നടക്കില്ലെന്നും മോരീസ് പറഞ്ഞു. ചിന്തിച്ചപ്പോൾ മോരീസ് പറഞ്ഞത് ശരിയാണെന്ന് സീസറിന് തോന്നി. അന്ന് രാത്രി സീസർ സാങ്ച്വറിയിൽ നിന്നും പുറത്തു കടന്ന് നേരെ വീട്ടിലേക്ക് പോയി. അവിടെ നിന്നും ലിസൺ 1113 സൂക്ഷിച്ചു വെച്ചിരുന്ന കുറച്ച് കുപ്പികൾ മോഷ്ടിച്ചു. എന്നിട്ട് അതുകൊണ്ട് സാങ്ച്വറിയിൽ തിരികെ പോയ ശേഷം എല്ലാ കുപ്പികളെയും തുറന്നുവിട്ടു. അടുത്ത ദിവസമായപ്പോൾ എല്ലാ എയ്പ്സിന്റെയും കണ്ണുകൾ പച്ച നിറമായി മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാം മനുഷ്യരെ പോലെ ബുദ്ധിയുള്ളവരായി മാറിയെന്ന് സീസറിന് മനസ്സിലായി. ഫ്രാങ്ക്ലിനെ പുറത്തു കാണാത്തതുകൊണ്ട് അയൽവാസി ഉള്ളിൽ കയറി നോക്കിയപ്പോൾ ഫ്രാങ്ക്ലിൻ മരിച്ചു കിടക്കുന്നത് കണ്ടു. അപ്പോൾ 1113 ചിമ്പാൻസികൾക്ക് നല്ലതാണെങ്കിലും മനുഷ്യർക്ക് ഡേഞ്ചർ ആണ്. അന്ന് രാത്രി ആയപ്പോൾ ബാക്കി എല്ലാ ഏപ്സും കൂട്ടിൽ കയറി. എന്നാൽ സീസർ മാത്രം പാർക്കിൽ തന്നെ നിന്നു. ഡോഡ്ജ് വന്ന് സീസറിനെ കൂട്ടിൽ കയറാൻ പറഞ്ഞ് ഉപദ്രവിച്ചു. എന്നാൽ ദേഷ്യം വന്ന സീസർ അവന്റെ കൈ തടഞ്ഞ ശേഷം നോയെന്ന് അലറി. ഇത് ഞാൻ ഈ പറഞ്ഞ പോലെയൊന്നുമല്ല. ആ സീൻ ശരിക്കും നിങ്ങൾ കാണേണ്ടതാണ്. അവൻ ഡോഡ്ജിനെ ഇടിച്ചു വീഴ്ത്തി. എന്നിട്ട് എല്ലാ കൂടുകളും ചെന്ന് തുറന്നുവിട്ടു. ഇതിനിടയിൽ റോഡ്നിയെ കണ്ടപ്പോൾ ചിമ്പാൻസികളെല്ലാം അവനെ ആക്രമിക്കാൻ തുടങ്ങി. എന്നാൽ സീസർ അവരെ തടഞ്ഞു. കാരണം റോഡ്നി ചിമ്പാൻസികളെയൊന്നും മനഃപൂർവ്വം ദ്രോഹിക്കാറില്ല. കുറച്ചു കഴിഞ്ഞതും ഡോഡ്ജ് ഉണർന്നു. അവൻ തന്റെ ടേസറും എടുത്ത് വീണ്ടും സീസറിനെ ആക്രമിക്കാൻ വന്നു. എന്നാൽ സീസർ പെട്ടെന്നൊരു ഹോസ് എടുത്ത് ഡോഡ്ജിന്റെ നേർക്ക് വെള്ളം ചീറ്റി. അത് കാരണം ടേസറിന്റെ കറണ്ട് ഡോഡ്ജിനെ തന്നെ അടിച്ചു. അങ്ങനെ ഡോഡ്ജ് കൊല്ലപ്പെട്ടു. അവനെ കൊല്ലണമെന്ന് വിചാരിച്ച് ചെയ്തതല്ല. പക്ഷെ ഡെഫിനറ്റ്ലി ഇവൻ ചാകേണ്ടവൻ തന്നെ. എല്ലാ ഏപ്സും സാങ്ച്വറിയിൽ നിന്നും പുറത്തു ചാടി. അവർ 2 ഗ്രൂപ്പുകളായി തിരിഞ്ഞ് 2 ദിശകളിലേക്ക് പോയി. അടുത്ത ദിവസം രാവിലെ സീസറിന്റെ റൂമിന്റെ വാതിൽ തുറന്നിരിക്കുന്നത് റോഡ്മാൻ കണ്ടു. സംശയം തോന്നി അവൻ സാങ്ച്വറിയിൽ വിളിച്ചു നോക്കി. പക്ഷെ ആരും ഫോൺ എടുക്കുന്നില്ല. അങ്ങനെ അവരും കരോലിനും കൂടെ സാങ്ച്വറിയിൽ പോയി നോക്കി. അവിടെയും മൊത്തം തകർന്നു കിടക്കുന്നത് കണ്ടു. ഒപ്പം ഡോഡ്ജിന്റെ ശരീരവും.
കൂട്ടിലടച്ചിട്ടിരുന്ന റോഡ്നിയോട് എന്താണ് സംഭവിച്ചതെന്ന് കാരോലിൻ ചോദിച്ചു. അപ്പോൾ സീസർ സംസാരിച്ചുവെന്ന് റോഡ്നി പറഞ്ഞു. സീസറിന്റെ ടീം ജെൻസിസിലേക്കാണ് പോയത്. അവിടെ ചെന്ന് ലാബിലുണ്ടായിരുന്ന എല്ലാ പ്രൈമേറ്റ്സിനെയും അവൻ തുറന്നുവിട്ടു. ഇതേ സമയം ബക്കിന്റെ ടീം മൃഗശാലയിൽ പോയി അവിടെയുണ്ടായിരുന്ന സകല പ്രൈമേറ്റ്സിനെയും പുറത്തു കൊണ്ടുവന്നു. ശേഷം 2 സംഘങ്ങളും ഒരുമിച്ച് കൂടി. എന്നിട്ട് എല്ലാവരും കൂടി സമീപത്തുള്ള വനത്തിനെ ലക്ഷ്യമിട്ട് സിറ്റിയിലൂടെ ഓടി. പോകുന്ന വഴിയിൽ പോലീസുകാരൊക്കെ അവരെ തടയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവരെ എല്ലാം മറികടന്ന് പ്രൈമേറ്റ്സ് മുന്നോട്ട് തന്നെ പോയി. അവസാനം എല്ലാവരും ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജ് എന്ന വലിയൊരു പാലത്തിന് മുന്നിലെത്തി. അവർ വാഹനങ്ങളെയൊക്കെ തകർത്തുകൊണ്ട് പാലത്തിന് മുന്നിലോട്ട് പോയി. അത് അകലെ നിന്നും റോഡ്മാനും കരോലിനും കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ വനത്തിനെ ലക്ഷ്യമിട്ടാണ് പോകുന്നതെന്ന് റോഡ്മാന് മനസ്സിലായി. ജാക്കോബ്സും ഒരു സംഘം പോലീസുകാരും ഒരു ഹെലികോപ്റ്ററിലിരുന്ന് പ്രൈമേറ്റ്സിനെ പിന്തുടരുന്നുണ്ടായിരുന്നു. പ്രൈമേറ്റ്സ് പാലത്തിന്റെ പകുതി എത്തിയപ്പോഴേക്കും മറുവശത്തിൽ അവരെയും കാത്ത് കുറെ പോലീസുകാർ അണിനിരന്നു. സീസർ അവരെ അകലെ വെച്ച് തന്നെ കണ്ടു. അതുകൊണ്ട് കുറെ പ്രൈമേറ്റ്സിനോട് പാലത്തിന്റെ മുകളിലൂടെയും ബാക്കിയുള്ളവരോട് അടിയിലൂടെയും വരാൻ പറഞ്ഞു. ഈ സമയം പിന്നിലൂടെയും കുറെ പോലീസുകാർ കുതിരപ്പുറത്ത് വന്നു. അവരെയെല്ലാം പ്രൈമേറ്റ്സ് അടിച്ചു വീഴ്ത്തി. ഒരു പോലീസുകാരനെ ഇടിക്കാൻ വേണ്ടി ബക്ക് കൈയോങ്ങിയതും സീസർ അവനെ തടഞ്ഞു. അതുകൊണ്ട് ബക്ക് അയാളെ വെറുതെ വിട്ടു. ബക്കിന്റെ ഇടിയെങ്ങാനും കിട്ടിയിരുന്നെങ്കിൽ ആ പോലീസുകാരൻ ചമ്മന്തിയായേനെ. ശേഷം കുറെ ഗൊറില്ലകൾ ഒരു വലിയ ബസ്സിനെ മറിച്ചിട്ട് അതിനെ ഒരു ഷീൽഡായിട്ട് ഉപയോഗിച്ച് മുന്നിലോട്ട് പോയി. പോലീസുകാരെ തുരിതുരാന്ന് ബസ്സിനെ നേർക്ക് വെടിവെച്ചു. ആ സമയം കുതിരപ്പുറത്ത് വന്ന സീസർ ആക്രമിക്കാനുള്ള സിഗ്നൽ കൊടുത്തു. ഉടനെ മുകളിൽ നിന്നും അടിയിൽ നിന്നും പ്രൈമേറ്റുകൾ ചാടി വന്ന് പോലീസുകാരെ ആക്രമിച്ചു. അംഗബലം കൂടുതലായതിനാൽ അവർ നിഷ്പ്രയാസം പോലീസുകാരെയെല്ലാം ഓടിച്ചു. പക്ഷേ അപ്രതീക്ഷിതമായിട്ട് ഹെലികോപ്റ്ററിലിരുന്നവർ പ്രൈമേറ്റ്സിനെ വെടിവെക്കാൻ തുടങ്ങി. അപ്പോൾ സീസറിനെ സംരക്ഷിക്കാൻ വേണ്ടി ബക്ക് ഹെലികോപ്റ്ററിലേക്ക് എടുത്തു ചാടി. ഹെലികോപ്റ്റർ തകർന്ന് പാലത്തിൽ വീണു. സീസർ വന്ന് ബക്കിനെ ഹെലികോപ്റ്ററിൽ നിന്നും വലിച്ച് പുറത്തെടുത്തു. പക്ഷേ സീസറിന്റെ കൈ പിടിച്ച് ബക്ക് മരണപ്പെട്ടു. ഉള്ളിൽ ജാക്കോബ്സ് തന്നെ സഹായിക്കാൻ സീസറിനോട് അപേക്ഷിച്ചു. പക്ഷേ അവനെ തുറച്ചു നോക്കിയ ശേഷം സീസർ ഒന്നും മിണ്ടാതെ തിരികെ പോയി. അപ്പോൾ കോബ വന്ന് ഹെലികോപ്റ്ററിനെ താഴോട്ട് തള്ളിയിട്ടു. അറിഞ്ഞുകൊണ്ട് സീസർ ഒരാളെ കൊല്ലാൻ വിട്ടുകൊടുത്തത് ആകെ ഇയാളെ മാത്രമാണ്. ശേഷം എല്ലാ പ്രൈമേറ്റ്സും കൂടെ വനത്തിലേക്ക് കയറിപ്പോയി. ഒരു പോലീസ് കാറും എടുത്ത് റോഡ്മാനും അവർക്ക് പിന്നാലെ പോയി. വനത്തിലെത്തിയപ്പോൾ കോബ അവനെ ആക്രമിക്കാൻ വന്നു. എന്നാൽ കൃത്യസമയത്ത് സീസർ വന്ന് കോബയെ പിടിച്ചുമാറ്റി. അപ്പോൾ ഇതെല്ലാം എന്റെ തെറ്റാണെന്നും പറഞ്ഞ് റോഡ്മാൻ സീസറിനോട് ക്ഷമ ചോദിച്ചു. ഒപ്പം നീ എന്റെ കൂടെ വീട്ടിലേക്ക് വന്നാൽ ഞാൻ നിന്നെ സംരക്ഷിക്കാമെന്നും വാക്കുകൊടുത്തു. അപ്പോൾ സീസർ അവനെ അടുത്തോട്ട് ചേർത്ത് പിടിച്ച ശേഷം ഞാനിപ്പോൾ വീട്ടിലാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞു. ഇതും ശരിക്കും ഒരു കിടിലം സീനായിരുന്നു. സീസർ സംസാരിക്കുന്നത് കണ്ട റോഡ്മാൻ ശരിക്കും ഞെട്ടിപ്പോയി. എങ്കിലും അവൻ ഒരുപാട് സന്തോഷമായി. ഒടുവിൽ സീസർ ഒരു മരത്തിന് മുകളിൽ കയറി നിന്ന് അകലെയുള്ള സിറ്റിയെ നോക്കുന്നതോടെ സിനിമ അവസാനിക്കുകയാണ്.